ഹലോ ഗൈസ്, ഐ ആം ഡോക്ടർ സ്മൈൽ ആൻഡ് വെൽക്കം ടു ന്യൂ ഷോർട്സ്. ബ്രഷ് കട്ട് ചെയ്യാൻ വന്നിട്ടുണ്ട്. എങ്ങനെ കൃത്യമായിട്ട് പല്ല് തേക്കാൻ നമുക്ക് നോക്കിയാലോ. 1 തൊട്ട് 2 മിനിറ്റ്. ബ്രഷ് മേടിക്കുമ്പോൾ തന്നെ ആദ്യം നമ്മൾ നോക്കുന്നത് നമ്മുടെ ബ്രഷിൻ്റെ ബ്രിസിൽസ്. ഇതാണ് ബ്രഷിൻ്റെ ബ്രിസിൽസ്. ഈ ബ്രിസിൽസ് സോഫ്റ്റ് ബ്രഷാണ്. നമ്മുടെ ബ്രഷ് മേടിക്കുമ്പോൾ അതിൻ്റെ കവറിൽ തന്നെ എഴുതിയിട്ടുണ്ടാകും സോഫ്റ്റ്, മീഡിയം, ഹാർഡ് എന്ന് പറഞ്ഞ 3. അതിൽ നമ്മൾ സോഫ്റ്റ് ബ്രിസിൽസ് ഉള്ള ബ്രഷ് നോക്കി എപ്പോഴും വാങ്ങുക. ഇനി ബ്രഷ് ചെയ്യേണ്ട രീതി എപ്പോഴും നമ്മൾ ഫ്രണ്ടിൽ നിന്നോ പുറകിൽ നിന്നോ തുടങ്ങുക. പക്ഷേ നമ്മൾ നോർമലി വീട്ടിലൊക്കെ പല്ലിരുന്നെങ്കിൽ ഇങ്ങനെ അങ്ങനെയാണ് ചെയ്യുന്നത്. നമ്മൾ മേളിൽ നിന്ന് താഴോട്ടുള്ള മൂവ്മെൻറ്റ് അല്ലെങ്കിൽ പതുക്കെയുള്ള സർക്കുലർ മൂവ്മെൻറ്റാണ് പല്ല് തേക്കുന്നത്. ഇപ്പോൾ ഫ്രണ്ടിൽ നിന്ന് തുടങ്ങാം, പുറകിലത്തെ പല്ലിൽ തുടങ്ങാം. 2 to 3 feet അറ്റ് എ ടൈം. ഒരേ സമയം 2 to 3 പല്ല്. ഈ ബ്രിസിൽസിന് 3 പല്ലിനെ കുളിക്കാൻ പറ്റും. അപ്പോൾ ഞാനിപ്പോൾ മുന്നിലത്തെ പല്ല് ബ്രഷ് ചെയ്യാൻ പോവാം. നമ്മുടെ പല്ലിൻ്റെയും മോണയുടെ ഇടഭാഗമില്ല, ആ ഭാഗത്ത് ബ്രഷ് പിടിക്കുക. എന്നിട്ട് 45 ഡിഗ്രി ആംഗിളിൽ ബ്രഷ് അടിച്ചിട്ട് മേളിൽ നിന്ന് താഴോട്ട്, അല്ലെങ്കിൽ പതുക്കെ ഒരു സർക്കുലർ മോഷനിൽ ബ്രഷ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ ഒരു 2 to 3 feet ഒരേ സമയം ഒരു 10-15 പ്രാവശ്യം ഇങ്ങനെ ചെയ്യാം. പിന്നെ അടുത്ത 3 അങ്ങനെ ചുറ്റുമുള്ള എല്ലാ പല്ലുകളിലും ഒരു പ്രാവശ്യം ബ്രഷ് ഒന്ന് ഓടിക്കുക. ഇതെന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ നമ്മുടെ പല്ലിലിരിക്കുന്ന അഴുക്ക് അല്ലെങ്കിൽ ഡെപ്പോസിറ്റുകളെ ഒന്ന് ഇളക്കി മറിയുമ്പോൾ എന്ത് പറ്റും? ഈ നമ്മൾ പൊതുവേ പല്ല് ക്ലീൻ ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് ക്ലിനിക്കിൽ, ഈ പല്ലിന് മോണയുടെ ഇടയിലായിട്ട് ഒരു ലെയർ ഓഫ് കാൽക്കുലസ് അല്ലെങ്കിൽ ഡെപ്പോസിറ്റുകൾ കാണും. അതിനെ കളയാനാണ് പോകുന്നത്. സോ അതിനെ നമുക്ക് കളയേണ്ട ആവശ്യമില്ല. നമ്മൾ ദിവസവും വൃത്തിയായി പല്ല് തേച്ചാൽ നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ ചെയ്യുമ്പോൾ അത് ഇളകി മറിയും. ആ ഡെപ്പോസിറ്റുകളൊന്ന് ഇളകി മറിയും, അത് ലൂസനാവും. ഇനി നമ്മൾ ആ ലൂസനായ സാധനത്തിനെ എങ്ങനെ എടുത്ത് കളയാൻ നോക്കും. ഇതിപ്പോൾ ലൂസനായി. ഇനി ഇതിനെ എടുത്ത് കളയാനായിട്ട് പതുക്കെ പുറത്തോട്ടുള്ള തൂത്ത് കളയുന്ന മഷനിൽ താഴെ മുകളിലും അങ്ങനെ ചെയ്യും. അപ്പോൾ പുറത്തോട്ട് വരും, ആ ഡെപ്പോസിറ്റുകൾ പുറത്തോട്ട് വരും. ഇനി ഇതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് പല്ലിനകത്ത് ക്ലീൻ ചെയ്യുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. അകത്ത് ക്ലീൻ ചെയ്യാൻ നേരത്ത് തൂത്ത് കളയുന്ന പോലെ നമ്മൾ അഴുക്കിനെ തൂത്ത് കളയുക, അതുപോലെ ചെയ്യുക. അപ്പം താഴെയാണെങ്കിൽ താഴെ നിന്ന് മുകളിലോട്ട് തൂത്ത് കളയുന്ന പോലെ, മോണയുടെയും പല്ലിൻ്റെ ഇടയിൽ നിന്ന് തൂത്ത് കളയുന്ന പോലെ, മുകളിലാണെങ്കിൽ മുകളിൽ നിന്ന് വെളിയിലോട്ട് തൂത്ത് കളയുന്ന പോലെ. ഇതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ പല്ല് നമ്മൾ കടിക്കുന്ന ഭാഗം. അവിടെയാണ് നമ്മുടെ ഭക്ഷണം ആദ്യം എത്തുന്നത്. സോ ആ ഭാഗം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിനിടയിൽ കുറേ കുഴികളും ഫിഷേഴ്സ് അങ്ങനത്തെ കുറേ സാധനങ്ങൾ എല്ലാവർക്കും കാണും. അണപ്പല്ലിൻ്റെ അവിടെയൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്യണം, നല്ലോണം ഹൈജീൻ. അപ്പം സോ ഇപ്പോൾ ഒരുവിധം എല്ലാ ഭാഗം. പിന്നെ ചിലർക്ക് ഏറ്റവും പുറകിലത്തെ പല്ലെടുത്തവർ കാണും. അപ്പോൾ അവിടെ ഗ്യാപ്പ് കാണും, ചെറിയ സ്പേസ് പോലെ, അവിടെ ഫുഡ് പോയിരിക്കാൻ സാധ്യതയുണ്ട്. അവിടെ ഉണ്ടെങ്കിൽ അവിടെയും നന്നായിട്ട് ക്ലീൻ ചെയ്യും. ഇത്രയും കാര്യം എൻ്റെ പ്രോസസ്സ് ചെയ്യാനായിട്ട് 1 to 2 മിനിറ്റ് വരും. ഈ 1 to 2 മിനിറ്റ് ഇതുപോലെ കൃത്യമായിട്ട് പല്ല് തേച്ചാൽ നിങ്ങളുടെ പല്ല് അടിപൊളിയായിരിക്കും. ഇനി ഇതുപോലെ തന്നെ നാക്ക് ക്ലീൻ ചെയ്യുന്നത് നമ്മൾ നോർമൽ യൂസ് ചെയ്യുന്നത് നമ്മുടെ നാട്ടിലെല്ലാം എല്ലാവരും യൂസ് ചെയ്യുന്നത് ഇതുപോലത്തെ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ടങ് ക്ലീനേഴ്സ് ആയിരിക്കും. ഇനി ഇതില്ലെങ്കിൽ ഇത് യൂസ് ചെയ്യുമ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ വളരെ ജെന്റിലായിരിക്കണം നമ്മൾ. കാരണം നമ്മുടെ ടങ്ങിൽ പാപ്പില്ല ഉണ്ട്, ടേസ്റ്റ് ബഡ്സ്. ആ ടേസ്റ്റ് ബഡ്സ് പോയി കഴിഞ്ഞാൽ നമുക്ക് രുചി അറിയാൻ പറ്റില്ല. സോ ഇത് യൂസ് ചെയ്യുമ്പോൾ വളരെ ജെന്റിലായിട്ട് നാക്കിൻ്റെ ഏറ്റവും പുറകിൽ നിന്ന് മുന്നിലോട്ട് ഒരു സ്ട്രോക്ക് ജെന്റിലായിട്ട് കൊടുക്കുക. ആ ഒരു സ്ട്രോക്ക് കഴിഞ്ഞ് ഇതിനെ നന്നായിട്ട് പൈപ്പിന് ചോട്ടി വെച്ച് വാഷ് ചെയ്തിട്ട് മാത്രം അടുത്ത സ്ട്രോക്ക് എടുക്കുക. അങ്ങനെ ഒരു 2 to 3 സ്ട്രോക്സ് നമുക്ക് ടങ് ക്ലീൻ ചെയ്യാൻ പറ്റും. ഇതില്ലെങ്കിൽ ഇതിൻ്റെ തന്നെ പ്ലാസ്റ്റിക്കിൻ്റെ ഉണ്ട്, അത് നമുക്ക് കൂടുതൽ നമുക്ക് പ്രഷർ കൊടുത്തില്ല. ഇത് നമുക്ക് കുറച്ചുകൂടി ജെന്റിലായിട്ട് ചെയ്യണം. ഇതൊന്നും അല്ലെങ്കിൽ നമുക്ക് ഇപ്പോൾ ടങ് ക്ലീനേഴ്സ് ഇപ്പോൾ നമ്മുടെ ബ്രഷിൻ്റെ പുറകിൽ തന്നെ നല്ല റഫ് സർഫസ് ഉണ്ട്. ഇതെന്തിനു വേണ്ടി? ടങ് ക്ലീനിങ്ങിന് വേണ്ടി. ഒട്ടുമിക്ക എല്ലാ ബ്രഷിലും ഉണ്ട് ടങ് ക്ലീനിങ്ങിന് വേണ്ടി. അപ്പോൾ ഇത് വെച്ചിട്ട് നാക്കിൻ്റെ ഏറ്റവും പുറകിൽ ഇത് വെച്ചിട്ട് മുന്നോട്ട് സ്ട്രോക്ക് ചെയ്യുക, ഒരു 2 to 3 സ്ട്രോക്സ് സെയിം തന്നെ. അപ്പോൾ ഇങ്ങനെ നാക്കും പല്ലും ഒക്കെ വെച്ചാൽ നിങ്ങളുടെ നാക്കും പല്ലൊക്കെ അടിപൊളിയായിട്ട് നമ്മുടെ വാസം വൃക്ഷങ്ങൾ നമ്മുടെ ഉത്തരവാദിത്തം. സോ അടുത്തൊരു വീഡിയോ ആയിട്ട്